ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് MLA സേനാപതി വേണു. IP ബ്ലോക്ക് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാവാത്തതാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്. ഈ മാസം 18-ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തുന്നുണ്ടെന്നും ഉടുമ്പൻചോലയിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്നും മെഡിക്കൽ കോളേജ് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ഉടുമ്പൻചോല ആയുർവേദ ആശുപത്രി അതിന്റെ നിർമ്മാണം പൂർണ്ണ സജ്ജമായിട്ട് നടത്താനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ IP ബ്ലോക്ക് സമ്പൂർണ്ണമായിട്ട് ആരംഭിക്കാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ IP ബ്ലോക്കിനായി താൽക്കാലികമായി പരിസരത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. പക്ഷെ അത് പഞ്ചായത്തിന്റെ നമ്പർ ലഭിക്കാത്തത് കൊണ്ട് ആ കെട്ടിട ഉടമയുമായിട്ട് കരാർ വെക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം ഒരു വർഷത്തിനുള്ളിൽ, അതായത് അടുത്ത 8 മാസത്തിനുള്ളിൽ ഇപ്പം നിലവിലുള്ള ഒരു ബ്ലോക്കിന്റെ പണി പൂർത്തീകരിക്കും എന്നാണ് കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇടുക്കി പാക്കേജിന്റെ 2 ഘട്ടങ്ങളായി കൊടുത്ത് 20 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതിന്റെ 1-ാം ബ്ലോക്കിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. ആ നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഇപ്പോ താൽക്കാലികമായിട്ട് സ്വകാര്യ വ്യക്തി പണിതിരിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയാതെ വന്നാലും ഏതാണ്ട് 8-9 മാസത്തിനുള്ളിൽ പുതിയ ബ്ലോക്കിലേക്ക് കെട്ടിടം മാറ്റാൻ കഴിയും എന്നാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത്. അതുപ്രകാരം 1 വർഷത്തിനുള്ളിൽ തന്നെ പുതിയ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അവിടെ ഉണ്ടാകും എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം ബഹുമാന്യായ മന്ത്രി ഇടുക്കിയിലെത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ഇടുക്കിയിലെത്തുന്നുണ്ട്. 18-ാം തീയതി അദ്ദേഹം ഇടുക്കിയിൽ സന്ദർശനം നടത്തുന്നു. ആ സന്ദർശന ദിവസം സമയമുണ്ടെങ്കിൽ ഉടുമ്പൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സന്ദർശനത്തിനായി എത്തുന്നതാണ്. കാരണം 5 അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് അദ്ദേഹം കളക്ടറേറ്റിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സന്ദർശനമുണ്ട്. ഇപ്പോൾ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സന്ദർശനം ആ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ 2 മണിക്കൂർ സമയം കിട്ടുകയാണെങ്കിൽ അവിടെ വരികയും ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുന്നതാണ്. ഏതായാലും ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. ഏറ്റവും അടുത്ത കാലത്ത് തന്നെ അതിന്റെ ബാക്കി നിർമ്മാണം കൂടി പൂർത്തീകരിച്ച് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്.